ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഇന്ന് ഒരു 4 മണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പഴം വെച്ചിട്ട് നമുക്കൊരു അട ഉണ്ടാക്കി നോക്കാവേ. ഞാൻ നേരത്തെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം കേട്ടോ. നമ്മുടെ ഈ ചക്കയടയില്ലേ, ചക്കയടയുടെ ഒക്കെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇടനിയല എന്നുള്ളൊരു ഇലയുണ്ട്, അതിലുണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് സെയിം ഈ ചക്കയുടെ ടേസ്റ്റ് വരുന്നത്. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ വാഴയിലയിലാട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. പൂവൻ പഴം ആട്ടോ, ഞാലിപ്പൂവൻ പഴം ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രമിക്കണം. എൻ്റെ പഴുത്ത പഴമായിരുന്നു, പക്ഷെ ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതുകൊണ്ട് ഇച്ചിരി കല്ല് പോലെ ഇരിക്കുമായിരുന്നേ. അതുകൊണ്ട് ഇച്ചിരി ഉടയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പഴമൊക്കെ എല്ലാം ഉടച്ചു വെച്ചു. പിന്നെ ശർക്കര ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ശർക്കര 2 കട്ട ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തു. പഴം ഉടച്ചു വെച്ചു. അതിലേക്ക് ഞാൻ റവയും അരിപ്പൊടിയാട്ടോ ഇട്ടത്. റവയും അരിപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. റവ തന്നെ ഇട്ടാലും മതി, പക്ഷെ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു ഇത്തിരി ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഇട്ടു. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇട്ടു കേട്ടോ. അതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പഴത്തിൽ നനവുണ്ടല്ലോ, ആ പഴത്തിൽ ആദ്യം വെള്ളമൊന്നും ഒഴിക്കണ്ട, ആദ്യം പഴത്തിൻ്റെ നനവ് വെച്ചിട്ട് മാത്രം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചിടുന്നതല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏലക്ക ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഏലക്ക ഇട്ടിട്ടില്ല. ഏലക്കയുടെ ഇട്ടാൽ നല്ല മണവും ടേസ്റ്റും എല്ലാം മുന്നിൽ നിൽക്കും. എൻ്റെ കയ്യിൽ ഏലക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. ഇതെല്ലാം കൂടെ പഴവും ശർക്കരയും റവയും അരിപ്പൊടിയും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. ഒരു നുള്ളു ഉപ്പും ചേർത്ത്. ഞാൻ തേങ്ങ ഇടാൻ മറന്നു പോയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നീടാ തേങ്ങ ഇട്ടത്. എല്ലാം മിക്സ് ചെയ്ത് വെച്ചായിരുന്നു, പിന്നെ ഞാൻ തേങ്ങ ഇട്ടു കേട്ടോ. അങ്ങനെ തേങ്ങ മിക്സ് ചെയ്ത് ഇലയെടുത്ത് ഇലയിൽ നല്ലോണം പരത്തി വെച്ചു. എന്നിട്ട് ഞാൻ ആവിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആവിയിൽ ഒരു 20 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ചായയും വെച്ചു. അങ്ങനെ ചേട്ടായിയും പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചായയുടെ കടി ഇതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി ഞങ്ങൾ 3-4 വീതമൊക്കെ കഴിച്ചു കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു, സെയിം ചക്കയുടെ ടേസ്റ്റ് പോലെ തന്നെ. അങ്ങനെ ചായയും കുട്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ്